മോർണിംഗ്. ഇന്ന് ഞാൻ 4 മണിയായപ്പോൾ എണീറ്റു കേട്ടോ. കാരണം കുറേ ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. നമുക്ക് ഇന്നൊരു ഷോപ്പിങ്ങിന് പോകാനുണ്ട്. ഒരു കുട്ടി ഷോപ്പിംഗ് ആണ്, എന്നാലും കൽപ്പറ്റ വരെ പോകേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ കൊറിയർ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ അതെടുക്കാൻ പോകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പം വിട്ടുപോയ കുറച്ച് സംഗതികളുണ്ട്, പാൽപ്പൊടിയും ചായപ്പൊടിയും അങ്ങനെയൊക്കെ. എന്നാൽ അതെല്ലാം കൂടി മേടിച്ചേക്കാന്ന് ഓർത്തിട്ട് ഇന്ന് വലിയ മഴക്കാലത്തിന് മുമ്പ് എന്നാൽ പോയി അതും കൂടി എല്ലാം മേടിച്ച് വെച്ചേക്കാം, കുറച്ചധികം മേടിച്ച് വെച്ചേക്കാന്ന് ഓർത്ത് അതിന് വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് ജോലികളെല്ലാം ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാവും. തിരിച്ചു വരുമ്പോൾ എൻ്റെ കാര്യമായതുകൊണ്ട് പറയാൻ പറ്റത്തില്ല, മൈഗ്രെയിൻ എപ്പോൾ വേണേൽ വന്ന് കയറാം, അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 4 മണിക്ക് അലാം വെച്ച് എണീറ്റു. എന്നിട്ട് അത്യാവശ്യ ജോലികൾ, അതായത് കൊറിയർ പാക്ക് ചെയ്തു. അത്യാവശ്യം കൊടുക്കേണ്ട കുറച്ച് കൊറിയർ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഒരു 6-6:30 ആയിട്ടുണ്ട്. എന്നാലും നമ്മൾ സാധാരണ എണീക്കുന്ന ഒരു ടൈമിലേക്ക് എനിക്ക് എണീറ്റെത്താൻ പറ്റി. അങ്ങനെ ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് ചോറ് വെച്ചിട്ട് പോകണം. വൈകുന്നേരം വരുമ്പോൾ രാത്രിത്തേന് കഴിക്കാനുള്ള ചോറ് വെക്കണം. അത് ഞാൻ വിറകടുപ്പിലാണ് വെക്കുന്നത്. അത് മാത്രമല്ല, വിറകടുപ്പിൽ വെക്കുമ്പോൾ എന്ത് ഭക്ഷണം കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊരു പ്രത്യേക രുചി കൂടുതലുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം നമ്മൾ പിന്നെ ഗ്യാസ് ഇല്ല, അപ്പം അങ്ങനെ എല്ലാം കൂടി ആയിട്ട് നമുക്കത് ചെയ്യണം. അപ്പോൾ ആ കൂടത്തിൽ രാവിലെ കഴിക്കാൻ ഇന്നലെ ഞാൻ ഓർത്തു അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കലക്കി വെക്കണം. പിന്നെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ഒത്തിരി ജോലികൾ, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് അത് ചെയ്യാൻ നടന്നില്ല. പിന്നെ നോക്കുമ്പോൾ ബ്രെഡ് ഉണ്ട്. വയനാട്ടുകാരെ ഒരു കല്ലപ്പം എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാക്കും. അത് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഞാനത് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു. പക്ഷെ അതിന്റെ പ്രിപ്പറേഷൻ എനിക്ക് ഇന്നലെ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാനത് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പം ഇന്നത്തേന് നമുക്ക് ബ്രെഡ് ഉണ്ട്. അപ്പം ബ്രെഡിന് രാവിലെ ഞാൻ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാറുണ്ട്. അതായത് ബ്രെഡിന് ഏറ്റവും നല്ലത് ഗ്രീൻ പീസ് കറിയാണ്, അല്ലെങ്കിൽ പിന്നെ നോൺ വെജ് രാവിലെ കഴിക്കുന്ന അത്ര സുഖമില്ലല്ലോ. അപ്പൊ അങ്ങനെ വെജില് നമുക്ക് പ്രോട്ടീൻ ഒക്കെ റിച്ച് ആയിട്ടുള്ളൊരു പിന്നെ ഗ്രീൻ പീസ് കറി സാധാരണ എല്ലാവരും വെക്കുമല്ലോ. പക്ഷെ ഞാൻ ഗ്രീൻ പീസിന്റെ കൂട്ടത്തിൽ ഉള്ളതെല്ലാം ഇടും. ചെറുപയർ ഇടും, കടല, ഇവിടെ ഏതൊക്കെ പയറുവർഗ്ഗങ്ങൾ ഇരിപ്പുണ്ടോ അതെല്ലാം ഇട്ടിട്ടാണ് ഞാൻ സാധാരണ വെക്കുന്നത്. അങ്ങനെ വെക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ സാധാരണ രീതിക്ക് തന്നെ ഒരു കറി, തേങ്ങ അരച്ചിട്ട് ജീരകമൊക്കെ ചേർത്തിട്ട് കറി ഞാൻ കാണിച്ചുതരാം ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ എന്താണെങ്കിലും, ഈവൻ ചപ്പാത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്. അങ്ങനെ ബ്രെഡ് ഒന്ന് ബട്ടർ ഇട്ട് ഒന്നങ്ങ് പൊരിച്ചെടുക്കുക, എന്നിട്ട് ഈ കറിയായിട്ട് കൂട്ടുക, അങ്ങനെയാണ്. അപ്പം ഞാനത് കാണിച്ചു തരാം. രാവിലെ നമുക്ക് അത് ചെയ്യാം, അതും കഴിച്ചിട്ട് പോകാം. അശ്വിൻ എന്തായാലും എണീക്കുമ്പം അതൊന്നും കഴിക്കത്തില്ല, നേരെ നമ്മൾ പോകും. പോയിട്ട് പിന്നെ അവന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും കയറുമ്പോൾ ആ കൂടത്തിൽ എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം, അങ്ങനെയാണ്. അപ്പൊ അതൊക്കെയാണ് എന്റെ പ്ലാൻ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അരി ഇട്ടേക്കാം. വൈകുന്നേരത്തേനുള്ള ഡിന്നറിനുള്ളത് കറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. മോര് കറിയൊക്കെ ഇരിപ്പുണ്ട്, തോരൻ ഇരിപ്പുണ്ട്, അങ്ങനെ സമാധാനമുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഞാൻ ഉണക്കമീൻ ഉണ്ടാക്കി വെക്കാറുണ്ട്. അതായത് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഉണക്കമീൻ ഉണ്ടാക്കി വെക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിലുള്ള ഉണക്കമീനുണ്ട്. അത് വെള്ളത്തിലിട്ടിട്ട് പോകണമെങ്കിൽ നമുക്ക് വൈകുന്നേരം വരുമ്പോൾ ഫ്രൈ ചെയ്യാം രാത്രിത്തേന്. അങ്ങനെ അതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ടെൻഷനില്ല. കറിയൊക്കെ ഇരിപ്പുള്ളതുകൊണ്ട് എനിക്ക് ടെൻഷനില്ല. പിന്നെ ഇപ്പോഴത്തെ രാവിലത്തേനുള്ളത് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മതി, അങ്ങനെയാണ്. കുറെ പേര് ഞാൻ ഇപ്പോൾ 1-2 വീഡിയോസ് ഇട്ടപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു, ചേച്ചി ഈ പ്രായത്തിൽ എങ്ങനെ ഇത്രയും തടി വെക്കാതെ മെയിൻറ്റെയിൻ ചെയ്ത്? തടിയൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് കൂട്ടുകാരെ, അത്യാവശ്യം തടിയൊക്കെ ഉണ്ട്. ഞാൻ 68 കിലോ, ഏകദേശം 67 അങ്ങനെ ഉണ്ട്. 68 കിലോന്റെ അടുത്തുണ്ട് ഞാൻ. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോണേ 68 കിലോ വെച്ച് കൂടുതലാട്ടോ. എന്നാലും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഇടയ്ക്ക് ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലസ് ചിയാ സീഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീനും കിട്ടും, പ്ലസ് നമുക്ക് സ്കിന്നൊക്കെ നല്ലതായിട്ട് ഇരിക്കുകയും ചെയ്യും. ഒത്തിരി അങ്ങ് വണ്ണം വെക്കാതെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ ഗുണങ്ങളിൽ സയന്റിഫിക്കലി പറയുന്നുണ്ട്. അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ കെറ്റിലിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുമല്ലോ, കുടിക്കാൻ വേണ്ടിയിട്ടും ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കാനും പിന്നെ കറികളിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ 3 സംഗതി ചേർക്കും. ചിയാ സീഡും ആശാലേരിയും കരിഞ്ചീരകവും എല്ലാം 1/4 ടീസ്പൂൺ വെച്ച് ചേർക്കുള്ളൂ. ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചോളൂ, ഇല്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് പുറമേ നിന്നൊക്കെ മേടിക്കുകയും ചെയ്യാം. ഈ ആശാലേരി എന്ന് പറയുന്നത് ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ചെറു വിത്താണ് കേട്ടോ. അത് വളരെ റയർ ആയിട്ട് ഷോപ്പുകളിൽ കിട്ടാറുള്ളൂ. ഞാൻ ആയുർവേദ കടയിലും സംഘടിപ്പിച്ച് വെക്കുന്ന നമ്മൾ അതിന്റെ സെയിലും ഉണ്ട്, ബൾക്കായിട്ട് മേടിച്ചിട്ട് കേട്ടോ. അപ്പം പിന്നെ കരിഞ്ജീരകത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ മരണത്തിനൊഴികെ ബാക്കി എല്ലാത്തിനും ഔഷധം എന്നാണ് കരിഞ്ജീരകത്തിനെ കുറിച്ച് പൊതുവെ പറയുന്ന കാര്യം തന്നെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അതിന്റെ ഗുണം എന്തോരം ഉണ്ടാവുന്നു. അപ്പൊ അത് പിന്നെ ചിയാസീഡിന്റെ ഗുണം നമുക്ക് വിവരിച്ചാ തീരാ മാത്രം, അത്രമാത്രം ഗുണമുള്ള ചിയാസീഡ്. നമ്മളെ പോലെയുള്ള ലേഡീസിന്, അതായത് ഒരു 30 കഴിഞ്ഞവർക്ക്, 25 കഴിഞ്ഞവർക്ക് മുതൽ കഴിക്കാവുന്ന കേട്ടോ. ഹോർമോൺ ഇംബാലൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ, സ്കിന്ന് മുടിയൊക്കെ പൊഴിയാതിരിക്കാൻ, അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള സാധനമാണ് ചിയാ സീഡ്. അപ്പൊ ഞാനത് എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീനും കിട്ടും, ആവശ്യത്തിനല്ല എന്നാലും പ്രോട്ടീനും കിട്ടും. ഒത്തിരി ഗുണങ്ങൾ അതിൽ നിന്ന്, വൈറ്റമിനും മിനറലും ബാക്കി എല്ലാ ഗുണങ്ങളും. വയറിന്റെ ഹഡ് ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനമാണ്. നമുക്ക് വയറിലൊക്കെ നല്ല, നമ്മുടെ വയറിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ നന്നായിട്ട് ഇരിക്കാൻ, നല്ല ബാക്ടീരിയകൾ ഉണ്ടാവാൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന വിധത്തിലുള്ളതാണ് നമ്മുടെ ചിയാ സീഡ്. ഇങ്ങനത്തെ ചെറു വിത്തുകൾ
അപ്പൊ അതെല്ലാം കൂടി ഇട്ടിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് എടുത്തു വെക്കും. അപ്പൊ ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കത് കഴിക്കാൻ പറ്റും, കുടിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു കുടിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ കുറേയെങ്കിലും കാരണം ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണം കഴിക്കും കേട്ടോ, വിശപ്പ് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ്. പിന്നെ സങ്കടങ്ങള്, വിഷമങ്ങള് അതെല്ലാം തീർക്കുന്നത് ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ്. അതൊട്ടും നല്ല കാര്യമല്ല, എന്നാൽ പോലും അങ്ങനെ. അപ്പൊ അങ്ങനെ ഇപ്പൊ സ്ട്രെസ് വന്നാലും ഞാൻ ഫുഡ് കഴിക്കും, സന്തോഷം വന്നാലും കഴിക്കും, സങ്കടം വന്നാലും കഴിക്കും. എന്തിനും ഞാൻ ഫുഡിൽ ആശ്രയിക്കും. ഫുഡ് ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഇച്ചിരി എന്തെങ്കിലും സ്പെഷ്യല്, ഭയങ്കര കോസ്റ്റ്ലി ഫുഡ് വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യല്. അങ്ങനെ അതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട്. എല്ലാ സമയം നമുക്ക് എന്തെങ്കിലും ആയിരിക്കുമല്ലോ, ഒന്നെങ്കിൽ സന്തോഷം, അല്ലെങ്കിൽ സങ്കടം, അല്ലെങ്കിൽ സ്ട്രെസ്, ഇത് ഏതെങ്കിലും ഒരു വികാരങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ. അങ്ങനെ അപ്പം അതനുസരിച്ച് ഫുഡ് കഴിച്ച് നന്നായിട്ട് കഴിക്കും ഞാനപ്പം. അതുകൊണ്ട് തന്നെ കൂടിയ അളവിലല്ല, എന്നാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ആവുമ്പോൾ ഓവർ വണ്ണം വെക്കാതെ, അത് വെച്ച് നോക്കുമ്പോൾ ഓവർ വണ്ണം വെക്കാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഇത്തരം പൊടിക്കൈകൾ ചെയ്യുന്നുണ്ടാകും. പിന്നെ ഉലുവായിട്ട് ഇച്ചിരി വെള്ളം കുടിക്കാം, ജിഞ്ചർ ഇട്ട് ഇച്ചിരി വെള്ളം കുടിക്കുക. പലപ്പോഴായിട്ട് കേട്ടോ, എല്ലാ ദിവസവും ഇതെല്ലാം ഒന്നും ഞാൻ ചെയ്യാറില്ല, അങ്ങനെയല്ല. എന്നാലും പൊതുവെ ഇങ്ങനെയൊക്കെ കുറച്ച് പൊടിക്കൈകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വണ്ണം കൂടുന്നത് കുറഞ്ഞ് നിന്നോളും, അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കോളൂ അറ്റ്ലീസ്റ്റ്. അങ്ങനെയൊക്കെ. അപ്പം നമുക്കിപ്പോൾ ചിയാ സീഡ് വെള്ളത്തിൽ കുതിർക്കാം, അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ എന്നിട്ട് നമുക്ക് വേഗം അരി അടുപ്പത്തിടാം. എന്നിട്ട് വേഗം ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കറി വെക്കാം. അതും കൂട്ടി ബ്രെഡും കഴിച്ചിട്ട് നേരെ നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. എപ്പോഴും തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തിനുള്ള പ്രിപ്പറേഷൻ എല്ലാം ഏത് മേഖലയിലാണെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഈ സെക്കൻഡ് അടുക്കളയിലാണെങ്കിലും വിറകെല്ലാം ഞാനിങ്ങനെ പുറകുവശത്ത് നിന്ന് എടുത്തുകൊണ്ട് വെച്ചിട്ട് തീ പിടിപ്പിക്കാൻ പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ രാവിലെ നമുക്ക് അത്ര സ്ട്രഗിൾ കുറയും. നേരെ വന്നിട്ട് മണ്ണെണ്ണ നമുക്ക് കിട്ടാനേ ഇല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടാണ് ഞാൻ തിരി മേടിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു പിന്നെ തിരി വിട്ടിട്ട് അങ്ങനെയാണ് തീ പിടിപ്പിക്കുന്നത്. വർഷകാലം പെട്ടെന്ന് വന്നുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ ഓലയൊക്കെ എടുത്തു വെക്കുന്ന കേട്ടോ. കുറച്ച് ഓല എനിക്ക് എടുത്തു വെക്കാൻ പറ്റിയിട്ടുള്ളൂ തെങ്ങിന്റെ, അപ്പം ബാക്കിയെല്ലാം നനഞ്ഞു പോയി. അതുകൊണ്ട് രാവിലെ തീ പിടിപ്പിക്കാന്ന് പറയുന്നത് ഇച്ചിരി സ്ട്രഗിളാണ്. അതുകൊണ്ട് തന്നെ തലേദിവസം എല്ലാം ഞാൻ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് തീ പിടിപ്പിക്കാം. ഈ കരിയോയിൽ എന്ന് പറയുന്ന സാധനം കിട്ടും. ഇപ്പൊ ഈ അടുത്ത് 1-2 പേര് പറഞ്ഞതാണ് കേട്ടോ, കരിയോയിൽ മേടിച്ചു വെക്കുകയാണെങ്കിൽ അത് കുറച്ച് ഒഴിക്കുകയാണെങ്കിൽ തീ ആളി പടരത്തൊന്നുമില്ല, നല്ലതാണെന്ന് കേട്ടു. അപ്പൊ ഇന്ന് നമുക്ക് പോകുമ്പോൾ പറ്റിയാല് കുറച്ച് ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കയറി കരിയോയിൽ അങ്ങനെ കിട്ടുമെങ്കിൽ കുറച്ച് മേടിച്ച് വെക്കണം. അങ്ങനെ ആകുമ്പോൾ രാവിലെ നമുക്ക് തീ പിടിപ്പിക്കാൻ. അപ്പൊ ആർക്കെങ്കിലും ചിയാ സീഡും മാഷാഗിരിയും കരിഞ്ചീരകവും കൂടി വേണമെങ്കിൽ 2 സെപ്പറേറ്റ് ആണ്. അത് വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോ ചെടി നടുകയാണെങ്കിൽ ഒത്തിരി എനിക്കൊരു 15 കമേലിയുടെ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ, പലരായിട്ട്. അത് ഞാൻ നാളെ വിടത്തുള്ളൂ കേട്ടോ. ഇന്ന് പാക്ക് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും സമയം, ഒത്തിരി സമയം എടുക്കും. നമ്മൾ നോർമൽ പാക്കിങ്ങിനേക്കാളും സമയം എടുക്കും ചെടി പാക്ക് ചെയ്യുമ്പോൾ. അപ്പൊ അത് ഞാൻ നാളെ വിടാമെന്ന് ഓർത്തിരിക്കുകയാണ്. ഇന്ന് ഒരു തരത്തിലും അതിലേക്ക് തിരിയാൻ പറ്റത്തില്ല. അപ്പൊ കമേലിയ പ്ലാന്റ് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഈ അടുത്ത് ഈ ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പോയിട്ട് കുറച്ചധികം കമേലിയ പ്ലാന്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മുടെ അടുത്ത് തീർന്നിരിക്കുമായിരുന്നു. ആ ഇടയ്ക്കാണ് കമേലിയ. ഇപ്പൊ ഈ വർഷകാലത്ത് എന്ത് ചെടി നട്ടാലും നന്നായിട്ട് പിടിച്ചു കിട്ടും. നമ്മുടെ അടുത്താണെങ്കിൽ റംബൂൺ ക്രീപ്പർ ഉണ്ട്, മണിമുല്ലയുണ്ട്, അതുപോലെ ഇതുപോലെയുള്ള കുറേ ക്രീപ്പർ പ്ലാന്റുകൾ, ആ കൂടെ കമേലിയ പ്ലാന്റുമാണ് നമ്മുടെ അടുത്തുള്ളത്. അടിപൊളിയാണ് കൂട്ടുകാരെ, എന്തായാലും മേടിച്ചോളൂ. ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നമ്മുടെ വീടും പരിസരവും എന്തൊരു ഭംഗിയാണ്. നിസാര വിലയ്ക്ക് നമ്മൾ മേടിച്ച് നടുന്ന ഈ ചെടികൾ കാരണമാണ് നമ്മുടെ വീടും പരിസരം ഇത്രയും ഭംഗിയായിട്ട്. അത്രയും സന്തോഷം നമുക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ എങ്ങോട്ട് നോക്കിയാലും നമുക്ക് സന്തോഷിക്കാനുള്ളതുണ്ട്. ചെടികളാണെങ്കിലും പൂക്കളാണെങ്കിലും പക്ഷികളാണെങ്കിലും അങ്ങനെയൊക്കെ. ഞാൻ ചെടിയും പൂക്കളും വന്നു കഴിയുമ്പോൾ തന്നെ ഇഷ്ടം പോലെ പക്ഷികളും അതിന്റെ സൗണ്ടും ഒക്കെയാണ്. പിന്നെ ഈവൻ മഴ പെയ്യുമ്പോൾ പോലും ഈ ചെടികളിലേക്കൊക്കെ വീഴുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി, ആ സൗണ്ടും കാണാനും വെള്ളമൊക്കെ ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നത് കാണാനും ഒക്കെ ഭയങ്കര നമുക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരും. നമ്മുടെ വീടിന്റെ ചുറ്റും കുറച്ച് പച്ചപ്പും ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടെങ്കിലും പച്ചപ്പ് തന്നെ മതി, അത് തന്നെ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ക്രീപ്പർ പ്ലാന്റുകൾ മേടിച്ച് നടുന്നതാണ് ഏറ്റവും നല്ല. അല്ലാതെ ഉള്ളത് ഓക്കെ, പൂക്കളൊക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാന്നേ ഉള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ക്രീപ്പർ പ്ലാന്റ് മേടിച്ച് നട്ടേക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ നല്ല വേരുള്ള കമേലിയ പോലെയുള്ള ചെടികൾ മേടിച്ചിട്ടേക്കാണെങ്കിൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. വേനൽക്കാലത്ത് പലപ്പോഴും നനയ്ക്കുക, ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ നനയ്ക്കുന്നത്. അങ്ങനെ നനയ്ക്കുക. വർഷകാലത്ത് പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, ആ ഒരു രീതിയിൽ നനഞ്ഞോളൂല്ലോ. അങ്ങനെ അപ്പോൾ എന്തായാലും ക്രീപ്പർ പ്ലാന്റുകൾ നിങ്ങളിപ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങൾ എന്തായാലും മേടിച്ച് നടണം കേട്ടോ. ഇപ്പൊ റെങ്കൂൺ ക്രീപ്പർ, മണിമുല്ല, അതുപോലെ എന്തോരം ഗാർലിക് വൈൻ, വെളുത്തുള്ളി ക്രീപ്പർ എന്ന് പറയുന്നത് അതൊക്കെ നമ്മുടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ക്രീപ്പർ പ്ലാന്റുകളാണ് സെയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപകാരമാവണം. അത് നട്ട് കഴിഞ്ഞാൽ പോവരുത്. അതുപോലെ അത് ഒരു 10-40 കൊല്ലം നിൽക്കണം. പ്ലസ് അതിന്റെ തൈകൾ നമുക്ക് അതിൽ നിന്ന് തന്നെ നട്ട് വളർത്താൻ പറ്റും. നിറയെ പൂക്കളും ഉണ്ട്, ഭംഗിയുണ്ട്. അങ്ങനെയുള്ള ചെടികളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അല്ലാതെ കാണുമ്പോൾ കുറേ ചെടികൾ ഞാൻ സെയിൽ ചെയ്യുന്നില്ല. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ മേടിച്ച് സെയിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത് വലിയ നഴ്സറി ഉണ്ട്.
അങ്ങനെ വയനാടല്ലേ അങ്ങനെ. അപ്പം ആവശ്യമുള്ളവര് നമ്മുടെ കാറ്റലോഗിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ എല്ലാ പിക്ചറും പൂക്കളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ ചെറിയ വിലയ്ക്കാണ് ഞാൻ തരുന്നത്. പിന്നെ അത് പാക്ക് ചെയ്ത് വിടുന്നതിന്റെയാണ് ഒരു കൊറിയർ ചാർജ്. അതെന്ന് വെച്ചാൽ മണ്ണൊന്നും കളയാതെ നമ്മൾ വേരോടുകൂടി സേഫ് ആയിട്ട് തരുന്നതുകൊണ്ടാണ് കുറച്ചൊരു കൊറിയർ ചാർജ് വരുന്നത്. അധികമൊന്നുമില്ല, എന്നാലും ഞാൻ പറയാം. അപ്പൊ അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാറ്റലോഗിലേക്ക്. ഈ വർഷകാലം വലിയ മുതുമഴ തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോഴാണ് ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് ചെടികൾ നടാൻ. അപ്പൊ വേഗം മേടിച്ച് നട്ടോളൂ കേട്ടോ, കാറ്റലോഗിലേക്ക് പോരേട്ടോ. ആ കൂടെ കറിമഞ്ഞളൊക്കെ മേടിച്ച് വെച്ചോളൂ. കറിമഞ്ഞൾ പെട്ടെന്ന് തീർന്നു പോകും, പറഞ്ഞില്ല എന്ന് പറയരുത്. കാരണം വർഷകാലമാണ്. ഞാൻ സംഭരിച്ചു വെച്ചിരിക്കുന്ന മഞ്ഞളുണ്ടല്ലോ, ഉണക്കമഞ്ഞള് കഴുകി ഉണങ്ങി വെച്ചേക്കുന്നത്, അത് പൊടിച്ച് നിങ്ങൾക്ക് തരിക, അതാണ്. അപ്പൊ നമുക്ക് അത് വളരെ കുറച്ചേ ഉള്ളൂ, ഒത്തിരി നമുക്ക് മേടിച്ചു നോക്കാൻ പറ്റില്ല. ഭയങ്കര വിലയായിരുന്നു ഈ വർഷം. അതുകൊണ്ട് നമുക്ക് കർഷകരിൽ നിന്ന് അങ്ങനെ ഒത്തിരി അങ്ങനെ മേടിച്ചു നോക്കാനൊന്നും പറ്റത്തില്ല. കർഷകരൊന്നും പണ്ടത്തെ പോലെയല്ല. അവർക്കൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് അവരങ്ങനെ ചെറിയ വിലക്കൊന്നും നമുക്ക് തരത്തില്ല. അവർക്കറിയാം ഇതിനൊക്കെ നല്ല റേറ്റും കാര്യങ്ങളും ഉണ്ടെന്ന്. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒത്തിരി മേടിച്ചു വെക്കാനും പറ്റിയിട്ടില്ല. മേടിച്ചു വെച്ചതാണെങ്കിൽ എല്ലാവരും മേടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തീർന്നു. ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് എടുത്തു വെച്ചു. 3-4 കിലോ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വർഷകാലം മുഴുവൻ തീരണമല്ലോ. ഇനിയിപ്പോ അങ്ങ് വർഷകാലവും കഴിഞ്ഞ് ഇതെല്ലാം പറിച്ച് ഉണങ്ങുന്ന ഒരു ടൈം എന്ന് പറയുന്നത് കുറേ അങ്ങ് കഴിയും. അങ്ങനെയാണ്. നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ ടൈമിൽ തന്നെയാണ് കറിമഞ്ഞളും ഒക്കെ ആവത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ളത് വേഗം മേടിച്ചു വെച്ചോളൂ. മഞ്ഞളൊന്നും ഒരു കാലത്ത് കേടാവത്തില്ല. ഇപ്പൊ 3 വർഷം വരെ ഇരുന്നാലും കേടാവാത്ത സാധനം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മേടിച്ച് ഭദ്രമായിട്ട് ഡപ്പയിൽ അടച്ചു വെച്ചോളൂ കേട്ടോ. ആവശ്യമുള്ള മേടിച്ചോളൂ. അപ്പൊ അതൊരു വിശേഷം പറയാനുള്ളത്. നല്ല മഴയാണ് കേട്ടോ പുറത്ത്. ഇന്നലെ രാത്രി മുഴുവനും മഴയായിരുന്നു. ഇപ്പൊ ഒരു 2 ദിവസമായിട്ട് കണ്ടിന്യൂസ് ഇവിടെ മഴയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊക്കെ പോകാൻ കുറച്ച് പേടിയുണ്ട്. കൽപ്പറ്റ ഭാഗത്തേക്കൊക്കെ പോകാൻ കുറച്ച് പേടിയുണ്ട്. എന്നാലും നമ്മുടെ അത്യാവശ്യ കാര്യം ആയതുകൊണ്ട് നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. മാക്സിമം മഴക്കാലത്ത് ദൂരേക്ക് പോകരുതെന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്യും. പക്ഷെ എന്നാലും ആവശ്യങ്ങളല്ലേ, ഇതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യരുടെ കാര്യം. ആവശ്യങ്ങളല്ലേ, നമുക്ക് പോകാതിരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ കെറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിയാ സീഡും ബാക്കിയുള്ള സംഗതി ഞാൻ എങ്ങനെ ഇടുന്നതെന്ന് കാണിച്ചു തരാം. എന്നിട്ട് വേഗം നമുക്ക് കറി വെക്കാം. നമ്മുടെ അടുക്കളയിൽ ഒത്തിരി സാധനങ്ങൾ ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ റൊട്ടേറ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ ബേസിനുകൾ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഫർമാക്കുകൾ. അപ്പൊ അതിനകത്താകുമ്പോൾ ഇത്ര ബോട്ടിൽ ഒരെണ്ണത്തിൽ തന്നെ കൊള്ളൂന്നറിയോ. അപ്പൊ നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇങ്ങനെ ലേബൽ ചെയ്തിട്ട് ചില്ല് കുപ്പികളിലാക്കിയിട്ട് ഇതുണ്ട്. ചിയാ സീഡ് ഒത്തിരി ഇട്ട് വെച്ചാൽ ഇത്രയായിട്ടോ. തീരുമ്പോൾ ഞാൻ നമുക്ക് സെയിൽ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് എടുത്തിട്ട് വെക്കും. അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ കുഞ്ഞൻ വിത്ത് ചിയാ സീഡ്. അടിപൊളിയാണ്. അപ്പൊ ഇവിടെ തന്നെ വെച്ചേക്കുന്നുണ്ട്. രാവിലെ തന്നെ നമുക്ക് അതുപോലെ കരിഞ്ചീരും ആശാലേരി ഇവിടെ തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇത് 3 കൂടി എടുത്തിട്ട് തിളച്ച ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇടും. കുറച്ച് നേരം അങ്ങ് മാറ്റി വെക്കും. അത് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പാകത്തിലേക്ക് അങ്ങ് കുടിക്കും. കുടിച്ചു കഴിയുമ്പോൾ അതിന്റെ അടിയിൽ കുറച്ച് അടിയുമല്ലോ. ഇതല്ല, ചിയാ സീഡ് വെള്ളം കുടിച്ച് വീർത്ത് വരും. അങ്ങനെ മാത്രമേ കഴിക്കാവുള്ളൂ. വെറുതെ ഇട്ട വഴി തന്നെ നമ്മൾ കഴിച്ച് തൊണ്ടയിലെങ്ങാനും തങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ വെള്ളം കുടിച്ച് വീർത്ത് വരുമ്പോൾ പ്രശ്നം ഉണ്ടാവും. ശ്വാസം മുട്ടി ചത്തുപോകാൻ വരെ സാധ്യതയുണ്ട്. ഒരു പിടിയൊക്കെ വിഴുങ്ങിയിട്ട് തൊണ്ടയിലെങ്ങാനും തങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്ത് വെള്ളത്തിലിട്ടിട്ട് മാത്രമേ ചിയാ സീഡ് കഴിക്കാൻ പാടുള്ളൂ. ഇതൊന്നും വറുത്ത് വെക്കണ്ട. പക്ഷെ ആശാലിയേരിയും കരിച്ചീരകവും ഞാൻ വറുത്തിട്ടാ വെക്കുക. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അപ്പം ഇടുക, എന്നിട്ട് കുറച്ചു നേരം മാറ്റി വെക്കുക. എന്നിട്ട് കുടിക്കുക. കുടിച്ചു കഴിയുമ്പോൾ അതിന്റെ അടിയിലേക്ക് കുറച്ച് അടിയല്ലോ. അത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി നമ്മൾ ഈ ഗുളിയൊക്കെ കഴിക്കുമ്പോൾ കുറച്ചായിട്ട് അങ്ങ് വിഴുങ്ങി വിടും. അങ്ങനെ ചെയ്താൽ മതി. 1/4 ടീസ്പൂൺ വെച്ച് എല്ലാ ദിവസവും ഇട്ടാൽ മതി. 1/2 ടീസ്പൂൺ വരെയൊക്കെ കഴിക്കാം എന്നൊക്കെ പറയുന്നത്. ഞാൻ 1/4 ടീസ്പൂൺ എടുക്കുള്ളൂ. ഓവർ എല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിന്റെ ഒരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത് ഷുഗർ താഴുക, ബ്ലഡ് പ്രഷർ താഴുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് തരം ഫുഡാണെങ്കിലും ഓവർ കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം വേണ്ട. തലകറക്കവും ഇതൊന്നും വേണ്ട. കുറച്ച് കഴിച്ചാൽ മതി. എല്ലാ ദിവസം കഴിച്ചാൽ മതിയല്ലോ. നന്നായിട്ട് തിളച്ച ഒരു ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പൊ ഞാനൊരു വലിയ ഗ്ലാസ്സിലേക്ക് തന്നെ വെള്ളം എടുക്കും. അത്രയും വെള്ളവും കൂടി നമുക്ക് പോകുമല്ലോ. അപ്പൊ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ മാക്സിമം 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മതി കേട്ടോ, ചിയാ സീഡ് ഇടും. അതിലേക്ക് ഞാൻ കരിഞ്ചീരകവും ആശാലേരിയും വറുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഒത്തിരി വറുക്കേണ്ടത് തീർന്നു. ഇനി അടുത്ത വറുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഏത് ലെവൽ വരെ വറുക്കേണ്ടതെന്നുള്ള. അതും കൂടി ഇട്ട് വെക്കുക. ഇനി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അങ്ങ് മാറ്റി വെച്ചേക്കുക. ചൂടാറുകയും ചെയ്യൂല വെള്ളത്തിന്റെ, നമുക്ക് കുടിക്കാൻ പാകത്തിനാവുമല്ലോ. അങ്ങനെ മാറ്റി വെച്ചിരുമ്പോൾ കണ്ടോ, ഇതാണ് ആശാലേരിയും കരിഞ്ചീരകവും പിന്നെ ചിയാ സീഡും. ചിയാ സീഡ് വെള്ളം കുടിച്ച് വീർത്തോളും. ആശാലേരിയും കരിഞ്ചീരകവും കുതിർന്നോളും. അങ്ങനെ അതാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. വെള്ളം തിളച്ചോട്ടെ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ കറി വെക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം. ഇതാ ഇത്രയാണ് ചെറുപയർ, കടല, ഗ്രീൻ പീസ് അത്രയാണ്. അതിലേക്ക് നമ്മൾ അത് നികന്ന് നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു. പിന്നെ അതിലേക്ക് മഞ്ഞൾ ഇടണം. പിന്നെ അതിലേക്ക് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടു, കുറച്ച് മല്ലിപ്പൊടി ഒരു ഇത്ര ഇടാം. കാശ്മീരി ചില്ലി ഇത്ര ഇട്ടു. കറിവേപ്പില
കറിവേപ്പില ഇപ്പൊ ഞാൻ പറിച്ചിട്ട് വന്നാ കേട്ടോ. ജസ്റ്റ് വെട്ടമൊക്കെ വന്നു തുടങ്ങി. അപ്പൊ അതിട്ടു. പിന്നെ 1-2 മുളകുണ്ട്, സവാളയുണ്ട്, അതും കൂടി ഞാൻ ഇടുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ടേ. ഇനി ഒരു 6 വിസിലെങ്കിലും വേവണം കേട്ടോ. അങ്ങനെ കുക്കർ ഇപ്പൊ 6 വിസിൽ കഴിഞ്ഞു. അപ്പൊ ഞാനത് ഓഫാക്കി വെച്ചു. ഫസ്റ്റ് ആയിട്ട് ഒരു 6-7 വിസിൽ വേവിക്കണം കേട്ടോ. അതിനുള്ള വെള്ളം ഒഴിക്കണേ. ഇനി ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ജീരകം ഇട്ടിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ പയറെല്ലാം കൂടി ഒരു 6 വിസിൽ ഇരിപ്പുണ്ട്. 6 വിസിൽ എന്തായാലും വേവിക്കണം കേട്ടോ. നന്നായിട്ട് വെന്തുടയുന്നത് തന്നെ നല്ലത്. അപ്പൊ അത് വെന്തിരിപ്പുണ്ട്. അപ്പൊ ഇനി നമുക്കതിന് തേങ്ങ ഞാൻ കണ്ടല്ലോ അരച്ചു വെച്ചു. നല്ല മഷി പോലെ നന്നായിട്ട് അരച്ചു വെക്കുക. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞാലും ഓക്കെ. ഞാൻ തേങ്ങ അരക്കുക ചെയ്തേ. അരപ്പും കൂടി അത് കിടക്കുന്ന കഴിഞ്ഞാൽ ഒരു നല്ലത് കുഴപ്പം കൂടിക്കോളും. അങ്ങനെ ഇനി നമുക്ക് നേരെ കടുക് പൊട്ടിക്കാം. അത്രയേ ഉള്ളൂ. പിന്നെ ബ്രെഡ് ഉണ്ടാകും, നമുക്കൊന്ന് മുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഡയറക്റ്റ് ബട്ടർ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് മരിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ ഒരു ബ്ലാക്ക് ടീ വെക്കാം. രാവിലെ ഞാനിപ്പോ എല്ലാ സ്ഥലവും ബ്ലാക്ക് ടീ ആക്കിട്ടോ. ചായ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല, ചായ അഡിക്റ്റ് അങ്ങനെ. അപ്പൊ ഞാൻ മിൽക്ക് മാക്സിമം ഒഴിവാക്കാനാണ് നോക്കുന്നത്. മിൽക്ക് നമ്മുടെ വയറിന് ചേരുന്നില്ല. മിക്കവർക്കും മിൽക്ക് കഴിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവാറുണ്ട്. വയറ് കുഴഞ്ഞു പറഞ്ഞ പോലെ, ഡൈജഷൻ ഒക്കെ ആവാത്ത പോലെ. മിക്കവർക്കും അത് ദഹിക്കത്തില്ല. അതിൽ ചില പ്രോട്ടീനുകൾ ദഹിക്കത്തില്ല. അങ്ങനെയുള്ളവർ അത് ഒഴിവാക്കുന്നത് നല്ലത്. എനിക്കൊക്കെ അങ്ങനെ ഒരു ഇൻടോളറൻസ് ഉള്ള കൂട്ടത്തിലാണ്. എന്നാലും ഈ കൊതി കാരണം ഞാൻ ആവശ്യമില്ലാതെ കുടിക്കും. അങ്ങനെയാണ്. എന്നാലും ഇപ്പൊ ഞാനത് കൺട്രോൾ ചെയ്തിട്ട് രാവിലെ ബ്ലാക്ക് ടീ ആക്കി, വൈകുന്നേരം മിൽക്ക് ടീ വെക്കും. അങ്ങനെയാണ് കൊതി വന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനെയൊക്കെ അതും കൂടി പതുക്കെ ഒഴിവാക്കണം ആഗ്രഹം. എന്റെ ഫ്രണ്ട് ഉണ്ട് അഞ്ചു. അവൾ പറയാം അവള് ചായയും കാപ്പിയും ഒന്നും കഴിക്കത്തേ ഇല്ല കേട്ടോ. അപ്പൊ അത് എനിക്ക് വിശ്വസിക്കാനേ ഇവരെ നീ ചായയും കാപ്പിയും കഴിക്കാതെ ഇരിക്കുന്നു എന്നുള്ളത്. അവര് ശീലമേ ഇല്ല, അങ്ങനെ കഴിക്കത്തില്ല. പാല് അത് പിന്നെ കാച്ചിട്ട് കുടിക്കുന്നുള്ളൂ. അങ്ങനെ അതെനിക്ക് ഭയങ്കര അത്ഭുതം. ചായയും കാപ്പി ഇല്ലാതെ പറ്റത്തില്ല. അത്ര അഡിക്ഷൻ എനിക്ക്. അങ്ങനെ അപ്പൊ നമുക്ക് ഇത് കടുക് പൊട്ടിച്ചിട്ട് ഒരു ബ്ലാക്ക് ടീ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് നമ്മുടെ മഴയൊക്കെ എൻജോയ് ചെയ്ത് അങ്ങ് കഴിക്കാം. ഇതേപോലെ സ്ലൈസ് ചെയ്യാത്ത ബ്രെഡ് മേടിക്കുകയാണെങ്കിൽ കൂടുതൽ സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അങ്ങ് സ്ലൈസ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഒരു 4-5 വലിയ കഷ്ണം തന്നെ, കട്ടിയുള്ള കഷ്ണമായിട്ട് തന്നെയാണ് ഞാൻ സ്ലൈസ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ബട്ടർ തേച്ച് മുരിച്ച് വെച്ചാലും നമുക്ക് കാസറോളിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേനൊക്കെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണ്ടെന്നേ ഉള്ളൂ ആ രീതിയിൽ. എന്നിട്ട് നമുക്കിത് നേരെ നമ്മൾ കൂടെ തന്നെ നിൽക്കണം. മേ ബി 1 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. മൊരിഞ്ഞു പോരുത്, കരിഞ്ഞു പോരുത്. തിരിച്ച് മറിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ബട്ടർ തേച്ചിട്ട് ഒന്ന് മരിച്ചെടുക്കാന്നേ ഉള്ളൂ. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആവും. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ തന്നെ നമുക്ക് അതുകൊണ്ട് തന്നെ അങ്ങ് മറിച്ചിടാൻ പറ്റും. ആ രീതിയിൽ അങ്ങ് മറിച്ചിട്ടെടുക്കുക. നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ബട്ടറും കൊണ്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുമ്പോൾ കേട്ടോ. അതും നമുക്ക് ബ്ലാക്ക് ടീയും കൂടി വെക്കണം. അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന്. നന്നായിട്ട് അരച്ച തേങ്ങ, അതിന്റെ കൂടെ ജീരകവും കൂടി ഞാനിട്ട് അന്ന് കാണിച്ചല്ലോ. അത് അരച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതങ്ങ് ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കുമ്പോൾ പത്തലമുളക് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഞാൻ ചേർക്കുന്നില്ല. കറിവേപ്പില ഓൾറെഡി നമ്മൾ ഈ കറിക്കകത്ത് ചേർത്തേക്കുന്നതാണല്ലോ. അപ്പൊ ഓക്കെ, നമുക്ക് വേഗം കടുക് പൊട്ടിച്ചിട്ട് പിന്നെ ഒന്നും കൂടി തിളച്ചിട്ടുണ്ടെങ്കിൽ കറി റെഡിയായി. തേങ്ങ ചേർത്ത് കഴിയുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വെക്കണം. ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. പിന്നെ വാങ്ങി വെക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ റിച്ച് പ്രോട്ടീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കഴിക്കാൻ പോവാം. ഇരുന്നിട്ടുണ്ട്. അത് ഫ്രണ്ടിൽ തന്നെ അടിപൊളിയാ കാണാന്. മഴക്കാലത്ത് വിരിയുന്ന കുറേ ഉണ്ട്. കമേലിയ കുറേ മഴക്കാലത്ത് വിരിയും. പള്ളി റോസകളൊക്കെ വിരിയും. പിന്നെ അത് ആ കുടം പോലെ കിടക്കുന്ന ആ ഒരു അരളി പോലത്തെ ഒരു സാധനമില്ലേ, അത് വിരിയും. അടിപൊളിയാണ്. ഗ്രാമ്പു നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടാൻ നല്ലത്. കറുവപ്പട്ട നമ്മുടെ ഫാറ്റ് കുറയാൻ നല്ലത്. പിന്നെ അത് ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്. പിന്നെ ഗ്രാമ്പു ഉണ്ടെങ്കിൽ നമുക്ക് പല്ല് വേദന, വായിലെ പ്രശ്നങ്ങളോ വാമാറ്റോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പൊ അതൊക്കെ നമുക്ക് എല്ലാ ദിവസവും ചായയിൽ ഇട്ട് കഴിക്കാവുന്നതായിട്ട്. പാൽ ചായയിലൂടെ ബ്ലാക്ക് ടീയിലും ഇടാവുന്നതാണ്. അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഇടും. പിന്നെ ഏലക്ക നമ്മുടെ വയറിന് ഭയങ്കര നല്ലതാണ്. പക്ഷെ ഇതൊന്നും ഓവർ ഇടാൻ പാടില്ല കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മുടെ BP ബ്ലഡ് പ്രഷർ താഴും. പിന്നെ ബ്ലഡ് ഭയങ്കര തിന്നാവാൻ പാടില്ല. അങ്ങനെ തിന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഞ്ചറിയോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആവാതെ കണ്ടിന്യൂസ് ബ്ലീഡ് ചെയ്യും. അത് ഭയങ്കര പ്രശ്നമാവും. വലിയൊരു ഇഞ്ചറി ഒക്കെ വന്നാൽ പിന്നെ ബ്ലീഡായി പോകും. അങ്ങനെ ഡെത്തായി പോകും. അതുകൊണ്ട് നമ്മൾ അത് പാടില്ല. ഓവറൊന്നും പാടില്ല. ഒന്നോ ചെറിയ കഷ്ണോ അങ്ങനെയൊക്കെ നമുക്ക് ചായയിൽ ഇട്ട് കഴിക്കാം.
ബ്രെഡ് ഇങ്ങനെ ബട്ടറിൽ മൊരിച്ചെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ബ്രെഡിന് ചെറിയൊരു മധുരം ഉണ്ടല്ലോ. ഇങ്ങനത്തെ ഈ ബൾക്കായിട്ട് കിട്ടുന്ന ഇങ്ങനെ ഒറ്റ പീസ് ബ്രെഡില്ല, അത് മേടിക്കുക, അതാ നല്ലത്. എന്നിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബട്ടറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം, ഫ്രൈ ആക്കി എടുക്കാം. കരിഞ്ഞൊന്നും പോകണ്ട, ആ രീതിയിൽ അങ്ങനെ. എന്നിട്ട് കറി അടിപൊളിയാണ്. ഗ്രീൻ പീസിന്റെ ആ ഒരു പച്ചച്ചവയൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ ചുമന്ന മുളക് പൊടി ചേർത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, മസാല പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ തേങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിൽ കിടന്ന്. അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഈ കടലയും ചെറുപയറും കൂടി ഉള്ളതുകൊണ്ട് അതിന് നല്ല കൊഴുപ്പും കിട്ടും. ആ ഗ്രീൻ പീസിന്റെ പച്ചച്ചവ അങ്ങ് മാറി നിൽക്കുകയും ചെയ്യും. അടിപൊളിയാണ് കൂട്ടുകാരെ. ഇങ്ങനെയൊന്ന് വെച്ച് നോക്കൂട്ടോ. നല്ല റിച്ച് പ്രോട്ടീൻ സോഴ്സ് അല്ലേ ഇപ്പൊ രാവിലെ തന്നെ നമുക്ക് നല്ല എല്ലാ കടലകളും അതും ഇതൊക്കെ ആയിട്ട്. അങ്ങനെ അപ്പൊ കഴിക്കട്ടെ ഇനി കേട്ടോ. കറി ഇച്ചിരി അധികം കഴിക്കും, അപ്പൊ പിന്നെ അധികം വിശക്കാതെ ഇരിക്കും. എന്നാലും എനിക്ക് പുറത്ത് പോകുമ്പോൾ വിശക്കും കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങി എനിക്ക് അപ്പൊ ചായ കുടിക്കണം, എന്തെങ്കിലും കഴിക്കണം, അങ്ങനെ ഒരു പ്രശ്നം എന്റെ വയറിനും. അപ്പൊ പിന്നെ അച്ഛനെയും കൂട്ടി പോകുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും നമ്മൾ കഴിക്കാൻ കയറും. പ്രിയോ